അപ്പൊ നമ്മൾ ഇന്ന് മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മള് ഓരോ ക്ലാസ് കഴിയുമ്പോഴും പരീക്ഷ നടത്തി മോക്ക് ടെസ്റ്റ് നടത്തി പോയി. അതിനുശേഷം പിന്നീട് ഒരു റൗണ്ട് റിവിഷൻ ചെയ്തും കഴിഞ്ഞതാണ്. അപ്പൊ അതിലൊന്നും വരാത്ത ചോദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് കുറെ അധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടും അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമ്മൾ കുറെ അധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, പഠിക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് വരികയാണെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കുക. അത് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളിലൂടെ കടന്നു പോകാം. ഓക്കെ, യെസ്. ഒന്നാമത്തെ ചോദ്യം, അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അറിയുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം കേട്ടോ. ഫസ്റ്റ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള വെബ് വേർഡ് പ്രോസസർ ഏത് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഫസ്റ്റ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വേർഡ് പ്രോസസർ ഏതാണ്? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള വേർഡ് പ്രോസസർ ഏതാണ്? വേർഡ് സ്റ്റാർ ആണോ, ബ്രാവോ ആണോ, MS വേർഡ് ആണോ, റൈറ്റർ ആണോ? GUI എനേബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള വേർഡ് പ്രോസസർ ഏത് എന്ന് വിഷയം. യെസ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് നമുക്കറിയാം അല്ലെ, പണ്ട് കാലത്ത് ഒരു സിസ്റ്റവുമായിട്ട് കമാൻഡുകൾ വെച്ചിട്ടായിരുന്നു, കമാൻഡ് ഇന്റർഫേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആയിട്ട് മാറി. ഇത് വന്ന ആദ്യത്തെ വെബ് ബ്രൗസർ ഏത്, ഫസ്റ്റ് വെബ് ബ്രൗസർ ഏത് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റർ അല്ല, യെസ്, ഏതാണ്? ബ്രാവോ എന്ന് പറയുന്ന ബ്രൗസർ ആണ് ഫസ്റ്റ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള വെബ് ബ്രൗസർ എന്ന പോയിന്റ് പഠിച്ചു കേട്ടോ. അപ്പൊ അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഗ്രാഫിക്കൽ യൂസർ ഉള്ള കഴിഞ്ഞാല് ബ്രാവോയാണ് എന്ന് പഠിച്ചു കേട്ടോ. അടുത്ത ചോദ്യം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വേർഡ് 1.0 was released in 25th October 1983. കോഡ് നെയിം, അതിന്റെ വേർഡ് 1.0യുടെ കോഡ് നെയിം എന്ന് പറയുന്നത് യെസ്, ഓപ്പസ് എന്നായിരുന്നു. ഓക്കെ, വേർഡ് 1.1 റിലീസ് 1990-ലായിരുന്നു. അതിന്റെ കോഡ് നെയിം എന്ന് പറയുന്നത് ബിൽ ദി ക്യാറ്റ് എന്നുള്ളതാണ്. യെസ്, അത് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല സുധീഷ്, പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ് ബ്രാവോ. ബ്രാവോ എന്ന് പറയുന്ന ഒരു പിന്നെ വേർഡ് പ്രോസസർ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് GUI എനേബിൾ ആയിട്ടുള്ള ആദ്യത്തെ വേർഡ് പ്രോസസർ എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ വേർഡ് 1.1 റിലീസ് ചെയ്തത് 983 ഒക്ടോബർ 25 ഓപ്പസ് എന്നായിരുന്നു അതിന്റെ പേര്. പിന്നെ 1.1 റിലീസ് ചെയ്ത 1990-ൽ ബിൽ ദി ക്യാറ്റ് എന്നുള്ളതായിരുന്നു അതിന്റെ പേര്. ശരിയാണോ? യെസ്, ശരിയാണ്. ഇതെല്ലാം ശരിയാണ് കേട്ടോ. ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എല്ലാം ശരിയാണ്. അറിയാത്ത പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി സൂപ്പർസ്ക്രിപ്റ്റ് ടൂൾ ഈസ് അവൈലബിൾ ഇൻ ഡാഷ് ടൂൾ ബാർ. ഏത് ടൂൾ ബാറിലാണ്? ഇത് പഴയ ചോദ്യമാണ്. ഇത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് 2015 ചോദിച്ച ചോദ്യമാണ്. ഫോർമാറ്റിംഗ് ടൂൾ ബാർ ആണ്. ഇതിപ്പോ ചോദിക്കില്ല കേട്ടോ. PYQ എടുത്ത സമയത്ത് കൂട്ടത്തിൽ അങ്ങ് വന്നാണ്. ടൂൾ ബാറിന്റെ ചോദ്യങ്ങൾ ഇപ്പൊ ഇല്ല. 2003 ആണ് അത് ഉണ്ടാവുക കേട്ടോ. യെസ്, ഓക്കെ. ഫോർമാറ്റ് പെയിന്റർ കമാൻഡ് ഇൻ ഡാഷ്, ജസ്റ്റ് PYQ ഇനി അഥവാ PSC തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. യെസ്, അത് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലാണ് ഫോർമാറ്റ് പെയിന്റർ എന്ന പോയിന്റ് കൂടി അവിടെ പുറത്ത് വെക്കാം. ഓക്കെ, ഇനി എ ഫയൽ വിത്ത് ഡോട്ട് എക്സ്റ്റൻഷൻ ഈസ് അസോസിയേറ്റഡ് ഡാഷ്. ഡോക്യുമെന്റ് ഫയലിനാണോ DOT എക്സ്റ്റൻഷൻ, ടെംപ്ലേറ്റിനാണോ DOT എക്സ്റ്റൻഷൻ, ഇനി ഇൻഡെക്സിനാണോ DOT എക്സ്റ്റൻഷൻ, പിക്ചറിനാണോ DOT എക്സ്റ്റൻഷൻ? DOT എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ, ഫയൽ നെയിം വിത്ത് DOT എക്സ്റ്റൻഷൻ ഏതിനാണ് എന്ന് വിഷയിക്കാം. യെസ്, ഏതിനാണ് DOT എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഏതിനാണെന്ന് പഠിച്ചു വെക്കാം. ടെംപ്ലേറ്റിനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. സ്റ്റെനോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് 2018 ചോദിച്ച ചോദ്യമാണ്. ടെംപ്ലേറ്റിനാണ് ഡോട്ട് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ എന്നുള്ളത് പഠിച്ച് വെക്കാം. ഓക്കെ, എ സിമ്പിൾ അപ്പിയർ ഇൻ ദ ബിഗിനിങ് ഓഫ് ദി ഐറ്റം ഇൻ എ ലിസ്റ്റ് ഈസ് കോൾഡ്. ഇതിൽ ഏതാണ്? എ സിമ്പിൾ അപ്പിയറിംഗ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഐറ്റം ഇൻ എ ലിസ്റ്റ്. സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ വരുമോ? അതുപോലെ തന്നെ സിമ്പിൾ എന്ന് പറയുന്ന സിമ്പിൾ ഓഫ് ഫോൺസ് ആണോ, അതോ ബുള്ളറ്റ് ആണോ, സർക്കിൾ ആണോ? എന്താ വരിക? സിമ്പിൾ അപ്പിയർ ഇൻ ദി ബിഗിനിങ് ഓഫ് ദി ഐറ്റം ഇൻ എ ലിസ്റ്റ്. ബിഗിനിങ് ഓഫ് ഇൻ എ ലിസ്റ്റ് ഏതാണ്?
യെസ് ബുള്ളറ്റ് ആണ് എന്ന പോയിന്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ അല്ലെ. യെസ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ബുള്ളറ്റ് ആണ് ആ സിമ്പിൾ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ അത് തന്നെ കേട്ടോ. ഓക്കെ, അതിൽ വന്നാണ് ബുള്ളറ്റ്. ഇതൊക്കെ അറിയാം അല്ലെ. അറിയുന്ന ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ട്രിപ്പിൾ ക്ലിക്കിംഗ് ദി മൗസ് സെലക്ട് ഡാഷ്. ലൈൻ സെലക്ട് ചെയ്യോ, പാരഗ്രാഫ് സെലക്ട് ചെയ്യോ, വേർഡ് സെലക്ട് ചെയ്യോ, സെന്റൻസ് സെലക്ട് ചെയ്യോ. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സെലക്ട് ചെയ്യുന്നത്? ട്രിപ്പിൾ ക്ലിക്ക്. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചതാണ്. യെസ്, അത് പാരഗ്രാഫ് ആണ് സെലക്ട് ചെയ്യുക അല്ലെ. യെസ് ഓക്കെ, ഒരു സിംഗിൾ ക്ലിക്ക് ആണെങ്കിൽ എഡിറ്റ്, ഡബിൾ ക്ലിക്ക് ആണെങ്കിൽ ആ വേർഡ് സെലക്ട് ചെയ്യും, ട്രിപ്പിൾ ക്ലിക്ക് ആണെങ്കിൽ പാരഗ്രാഫ് സെലക്ട് ചെയ്യും അല്ലെ. യെസ്, ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചതാണ്. അതും ആ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച ചോദ്യം. Which are the tabs available in page setup dialog box of MS Word? Margin tab, column tab, page break tab, margin tab, paper tab, layout tab, font tab, paragraph tab, styles tab, insert tab, paper tab, layout tab. ഏതൊക്കെ ടാബുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. Which are the tabs available in page setup dialog box of MS Word? ഏതൊക്കെ ടാബുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? യെസ് ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല. ക്ലർക്ക് ടൈപ്പിസ്റ്റ്, വേരിയസ് NCA ഓൺലൈൻ എക്സാം 2017 ചോദിച്ച ചോദ്യമാണ്. മാർജിൻ ടാബ്, പേപ്പർ ടാബ്, പേജ് ലേഔട്ട് ടാബ് കേട്ടോ. പേപ്പർ ടാബ്, ലേഔട്ട് ടാബ്, മാർജിൻ ടാബ് ആണ് ഏത് ടാബ് അവൈലബിൾ ആയിട്ടുള്ളത്. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിലുള്ള ടാബുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർജിൻ ടാബ്, പേപ്പർ ടാബ്, ലേഔട്ട് ടാബ് ആണ് എന്ന പോയിന്റ് പുറത്ത് കിട്ടുന്നില്ല ഇതൊക്കെ. ഇനി വാട്ട് ആർ ദി ഷോർട്ട്കട്ട് കീസ് ടു കൺവേർട്ട് ഇൻ ദ സെലക്ടിംഗ് ദ ടെക്സ്റ്റ് ഇൻടു അപ്പർ കേസ് ടു അപ്പർ കേസ്. ചേഞ്ച് ടെക്സ്റ്റ് ഇൻടു അപ്പർ കേസ്. അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് Ctrl+Shift+1 ആണോ, Ctrl+Shift+U ആണോ, Ctrl+Shift+A ആണോ, Ctrl+Shift+C ആണോ? ഏത് കീ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. What are the shortcut keys for converting the selected text to uppercase in MS Word? Yes, ഏത് കീ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. Ctrl+Shift+A ആണ് കേട്ടോ. Ctrl+Shift+A ആണ് അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ന പോയിന്റും നമുക്ക് എന്ത് ചെയ്യാം അവിടെ പഠിച്ചു വെക്കാം. In MS Word, pressing Alt backspace gives the result of dash. Alt plus backspace അടിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവോ, റീഡ് ആവോ, എക്സിറ്റ് ആവോ, അഥവാ അൺഡു എടുക്കും? Alt plus backspace അടിച്ചു കഴിഞ്ഞാൽ. In MS Word, pressing Alt plus backspace gives the result of dash. എന്ത് സംഭവിക്കും? Alt plus backspace അടിച്ചു കഴിഞ്ഞാൽ, Alt plus backspace അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യെസ് ഓക്കെ, അതായത് നമ്മുടെ അൺഡുവിന് പകരമായിട്ടാണ്, Ctrl+Z പകരമായിട്ടാണ് Alt plus backspace വരുന്നത് അല്ലെ. യെസ്, അതായത് നമുക്കറിയാം അൺഡുവിന് വേണ്ടിയിട്ട് Ctrl+Z ആണ് അല്ലെ. Ctrl+Z ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺഡു ആണ് സംഭവിക്കുക. യെസ്, അതേപോലെ തന്നെ ആ ഒരു സെയിം എഫക്ട് കിട്ടുന്നതാണ് Alt plus backspace എന്ന പോയിന്റ് എന്ത് ചെയ്യാം പഠിച്ച് വെക്കാം കേട്ടോ. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 2016 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യ ഭാഗത്ത് മുഴുവനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. യെസ്, നമ്മൾ റിവിഷൻ കുറച്ച് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. യെസ് ഓക്കെ, കിട്ടുന്നില്ലേ? യെസ്, നമ്മുടെ ജനുവരി തുടങ്ങിയ ബാച്ച് ഇതാ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. 13-ാം തീയതി പരീക്ഷയെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റിവിഷൻ നമുക്ക് 13-ന് ശേഷം കാര്യക്ഷമമായി ചെയ്യാം. യെസ്, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ യെസ് നമുക്കിപ്പോ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. യെസ്, പിന്നെ അതുപോലെ തന്നെ മലയാളമൊക്കെ റിവിഷൻ ചെയ്ത് മിസ് മടുത്തു. അത്രയും റിവിഷൻ ആയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിന്റെ റിവിഷനും പാരലലി ആഴ്ചയിൽ 2 ദിവസം പോകുന്നുണ്ട്. SGK ഇന്ത്യൻ ജോഗ്രഫി കഴിഞ്ഞു, കേരള ജോഗ്രഫി കഴിയാറായി, പിന്നെ റിനേസൻസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ എക്കണോമിക്സിന്റെ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ റെക്കോർഡഡ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ടോപ്പിക്കേ ഉള്ളൂ. പിന്നെ ഹിസ്റ്ററി, ഇന്ത്യൻ 1857 വിപ്ലവം കഴിഞ്ഞു. ഇന്ന് നാഷണൽ മൂവ്മെന്റ് സാർ എടുക്കും. ഇന്നല്ലായിരുന്നോ? ഏതാണ് നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. ടൈപ്പ് റൈറ്റർ കഴിഞ്ഞു, റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേർഡ്, എക്സൽ, പവർ പോയിന്റ് നമ്മൾ പല റൗണ്ട് റിവിഷൻ കഴിഞ്ഞു. ലാസ്റ്റ് റൗണ്ട് റിവിഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് കേട്ടോ. In MS Word document, Alt F5 is a shortcut key for dash. Review, mailing, reference and macros. 5-year plan ഇന്ന് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇന്നലെ മറന്നുപോയതാണ്, ഇന്ന് അപ്ലോഡ് ചെയ്യും.
റിവ്യൂ, മെയിലിംഗ്, റെഫറൻസ് ആൻഡ് മാക്രോസ്. Alt plus F8 എന്ന് പറയുന്നത് എന്തിനുള്ള ഷോർട്ട് കട്ട് കീ ആണ്? Alt plus F8 എന്ന് പറയുന്നത് അതും കമ്പ്യൂട്ടർ അസിസ്റ്റന്റിൽ ചോദിച്ച ചോദ്യമാണ് 2016. മാക്രോസിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് എന്ന് വിളിച്ചു നോക്കാം. Alt plus F8 കേട്ടോ. മാക്രോസിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Alt plus F8 എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. യെസ്. ഇനി ആഫ്റ്റർ മെയിൽ മെർജിംഗ് ഹൗ മെനി ഡോക്യുമെന്റ്സ് ഡസ് വേർഡ് ക്രിയേറ്റ്? മെയിൽ മെർജിന് ശേഷം ആഫ്റ്റർ മെയിൽ മെർജിംഗ് ഹൗ മെനി ഡോക്യുമെന്റ്സ് ഡസ് എ വേർഡ് ക്രിയേറ്റ്? 1, 2, 3, 4 എത്ര ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? ആഫ്റ്റർ മെയിൽ മെർജിംഗ് ഹൗ മെനി ഡോക്യുമെന്റ്സ് ഡസ് വേർഡ് ക്രിയേറ്റ്? യെസ്. എത്ര ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? യെസ്, ഒരുപാട് ഡോക്യുമെന്റ് പറ്റുമോ? ഒരു ഡോക്യുമെന്റ് എല്ലാരിലേക്കും എത്തിക്കാനാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത് അല്ലെ? യെസ്. അപ്പോ ആൻസർ എന്താണ്? യെസ്, 1 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ആഫ്റ്റർ മെയിൽ മെർജിംഗ് ഹൗ മെനി ഡോക്യുമെന്റ്സ് ഡസ് വേർഡ് ക്രിയേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആണ്. LD ടൈപ്പ്സ് വേരിയസ് 2014 പഴയ ചോദ്യമാണ് കേട്ടോ. യെസ്. അടുത്ത ചോദ്യം, ആഫ്റ്റർ ലോഞ്ചിങ് ദ മെയിൽ മെർജ് ടാസ്ക് പെയിൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡാഷ്. എന്താണ്? ഐഡന്റിഫൈ ദ ഡാറ്റ സോഴ്സ്. നമുക്ക് ആർക്കാണ് അയക്കാനുള്ളത് അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സ്പെസിഫൈ ദ ലെറ്റർ സൈസ്. ഓക്കെ, അതാണോ? ഇനി ഐഡന്റിഫൈ ദ മെയിൻ ഡോക്യുമെന്റ്, സ്പെസിഫൈ ദി എൻവലപ്പ് സൈസ്. ഏതാണ് ഒരു മെയിൽ മെർജിലെ ആദ്യത്തെ സ്റ്റെപ്പ്? മെയിൽ മെർജ് ലോഞ്ച് ചെയ്തതിനു ശേഷം അതിന്റെ ടാസ്ക് പെയിൻ റൈറ്റ് സൈഡിൽ വരും അല്ലെ? അവിടെയാണ് പിന്നെ പല സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? യെസ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദി മെയിൻ ഡോക്യുമെന്റ്. എന്താണോ അയക്കാനുള്ളത് അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. ബാക്കിയൊക്കെ പിന്നീടാണ് വരുന്നത്. അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. യെസ്, ആഫ്റ്റർ ലോഞ്ചിങ് ദ മെയിൽ മെർജ് ടാസ്ക് പെയിൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദി മെയിൻ ഡോക്യുമെന്റ് ആണ് എന്ന പോയിന്റ് നോട്ട് ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഡിഫോൾട്ട് ഫീൽഡ് നെയിം ഓഫ് മെയിൽ മെർജ്? ഓക്കെ, ലാസ്റ്റ് നമ്മൾ മെയിൽ മെർജിന് വേണ്ടിയിട്ട് നമ്മൾ മെർജ് ചെയ്ത സമയത്ത് നമുക്ക് റെസിപ്പിയന്റിന് ഇന്നതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ? ലാസ്റ്റ് ടൈം അവിടെ വരുമോ, സിറ്റി അവിടെ വരുമോ, ഇമെയിൽ അഡ്രസ് വരുമോ, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വരുമോ? ഇതിൽ ഏതാണ് ഇല്ലാത്തത്? മെയിൽ മെർജിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വരാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നോട്ട് എ ഡിഫോൾട്ട് ഫീൽഡ് നെയിം. ഏതാണ് ഡിഫോൾട്ട് ആയിട്ട് ഫീൽഡ് നെയിം അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആണോ? യെസ്, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആണ്. ലാസ്റ്റ് നെയിം അവിടെ വരും, സിറ്റി വരും, ഇമെയിൽ അഡ്രസ് വരും. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറയുന്നത് മെയിൽ മെർജിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫീൽഡ് നെയിം അല്ല എന്ന് നമ്മളെ പഠിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? യെസ്. അടുത്ത ചോദ്യം, all applied styles can be removed more quickly from a paragraph by clicking the dash. Clear formatting, view tab, delete and remove style button. All styles can be removed more quickly from a paragraph by clicking the dash. ഒരു പാരഗ്രാഫിൽ നിന്ന് അതിന്റെ സ്റ്റൈൽസ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രസ് ചെയ്താൽ മതി എന്നുള്ളതാണ് ചോദ്യം. ചിലപ്പോൾ നമ്മൾ ചിലരെങ്കിലും കാണാത്തൊരു ചോദ്യമായിരിക്കും അല്ലെ? യെസ്, എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഒരു പാരഗ്രാഫിന്റെ ഫോർമാറ്റ് ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്. ആ സ്റ്റൈൽസ് നമ്മൾ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്നത് ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എന്ന് നോട്ട് ചെയ്യും കേട്ടോ. All applied styles can be removed more quickly from a paragraph by clicking the dash. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഫോർമാറ്റിംഗ് ആണ് എന്ന പോയിന്റ് പുറത്ത് വെക്കാം. ഓക്കെ, യെസ്, അതും PSC ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ? കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. When you apply you are applying alignment, indenting and some type of character styles. Okay, yes, when you apply you are applying alignment, indenting some type of character styles. അതിനു വേണ്ടിയിട്ട് അലൈൻമെന്റ്, ഇൻഡന്റിങ്, ക്യാരക്ടർ സ്റ്റൈൽസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പാരഗ്രാഫ് സ്റ്റൈൽ എടുക്കുമോ, ക്യാരക്ടർ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ആണോ, ഡിഫോൾട്ട് ഡോക്യുമെന്റ് സ്റ്റൈൽ ആണോ, അതോ അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് സ്റ്റൈൽ ആണോ? ഏത് ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അലൈൻമെന്റ്, ഇൻഡന്റിങ് ആൻഡ് സം ടൈപ്പ് ഓഫ് ക്യാരക്ടർ സ്റ്റൈൽസ്. യെസ്, ഓക്കെ. ഇവിടെ UR എന്നുള്ളത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു UR ഉള്ളൂ കേട്ടോ. വെൻ യു ആർ അപ്ലൈയിങ് അലൈൻമെന്റ്, ഇൻഡന്റിങ് ആൻഡ് സം ടൈപ്പ് ഓഫ് ക്യാരക്ടർ സ്റ്റൈൽസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. യെസ്, ഏതാണ്? പാരഗ്രാഫ് സ്റ്റൈൽ ആണ് ആൻസർ അല്ലെ? പാരഗ്രാഫ് സ്റ്റൈൽ എന്നുള്ളതാണ് ആൻസർ ആയിട്ട്. അതായത് അലൈൻമെന്റും ഇൻഡന്റിങ്ങും ക്യാരക്ടർ സ്റ്റൈൽസ് ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരഗ്രാഫ് സ്റ്റൈൽ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം അവിടെ പഠിച്ച് വെക്കാം കേട്ടോ. പാരഗ്രാഫ് സ്റ്റൈൽ ആണ്
എന്ന പോയിന്റ് പഠിച്ച് വെക്കാം. ഓക്കെ, യെസ്. എന്റെ OBS സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ ലൈവ് സ്ട്രീമിന് യൂസ് ചെയ്യുന്ന ഒരു OBS സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ പുതിയ അപ്ഡേഷന് ശേഷം ഭയങ്കര പ്രശ്നമാണ്. സിസ്റ്റത്തിന്റെ പെർഫോമൻസും റാമും ഒക്കെ പക്കയാണ്, പക്ഷെ ആ സോഫ്റ്റ്വെയർ അങ്ങ് കയറുന്ന സമയത്ത് ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അതാണ് ചെറിയ ഡിലേ വരുന്നത് കേട്ടോ. യെസ്, വെൻ യു ആർ അത് ശരിയാക്കണം. അത് മാറ്റിയിട്ട് ഒന്നും കൂടെ റീഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യണം, നമുക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് പാരഗ്രാഫ് സ്റ്റൈൽ ആണ് എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ യെസ്, changing the appearance of a document is called dash. Changing the appearance of a document is called dash. Proofing, editing, formatting, or all of these. എല്ലാം പറയൂ ഇതിന്. Changing the appearance of a document. ഒരു ഡോക്യുമെന്റിന്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുന്നതിന് എന്ത് വിളിക്കാം? പ്രൂഫിംഗ് വിളിക്കോ, എഡിറ്റിംഗ് വിളിക്കോ, ഫോർമാറ്റിംഗ് വിളിക്കോ, അതോ എല്ലാം വിളിക്കാൻ സാധിക്കോ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ചേഞ്ചിങ് ദി അപ്പിയറൻസ് ഓഫ് എ ഡോക്യുമെന്റ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെന്ന് വിളിക്കാം നമുക്കതിനെ? അതിനെ ഫോർമാറ്റിംഗ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ? ഫോർമാറ്റിംഗ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഫോർമാറ്റിംഗ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ചേഞ്ചിങ് ദി അപ്പിയറൻസ് ഓഫ് എ ഡോക്യുമെന്റ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമാറ്റിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, ചേഞ്ചിങ് ദി അപ്പിയറൻസ് ഓഫ് എ സെൽ ഈസ് കോൾഡ് ഡാഷ് ഫോർമാറ്റിംഗ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫോർമാറ്റ് പെയിന്റർ കമാൻഡ്? ഫോർമാറ്റ് പെയിന്റർ കമാൻഡിന്റെ ഡ്യൂട്ടി എന്താണ്? റിമൂവ് ഫോർമാറ്റിംഗ്, റിപ്പീറ്റ് ഫോർമാറ്റിംഗ്, അൺഡു ഫോർമാറ്റിംഗ്, ഓർ കോപ്പി ഫോർമാറ്റിംഗ്. ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഓപ്ഷന്റെ ഡ്യൂട്ടി എന്താണ് എന്ന് ചോദിച്ചാൽ, ഫോർമാറ്റ് പെയിന്റർ കമാൻഡിന്റെ ഡ്യൂട്ടി എന്താണ്? യെസ്, ഒരിടത്ത് ചെയ്ത കാര്യങ്ങൾ ഫോർമാറ്റ് പെയിന്ററിൽ എടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ? യെസ്, അപ്പൊ ഫോർമാറ്റ് പെയിന്റർ കമാൻഡിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോപ്പി ഫോർമാറ്റിംഗ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ഫോർമാറ്റിംഗ്? ആണ് കോപ്പി ഫോർമാറ്റിംഗ്. LD ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ കോർപ്പറേഷൻ 2014 ചോദിച്ച ചോദ്യമാണ്. ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാലോ അല്ലെ? നമ്മൾ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിന്റർ എടുത്തിട്ട് വേറൊരു ഭാഗത്തേക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അതേ ഫോർമാറ്റിംഗ് നമുക്ക് ഇവിടെ കോപ്പി ചെയ്ത് കിട്ടും. കോപ്പി ഫോർമാറ്റിംഗ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം കേട്ടോ. കോപ്പി ഫോർമാറ്റിംഗ് ആണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ഫോർമാറ്റ് പെയിന്ററിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്നുള്ളതും കൂടി കമന്റ് ചെയ്യാം. Ctrl+Shift+C ആണ് അല്ലെ? യെസ്, ഫോർമാറ്റ് പെയിന്ററിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Ctrl+Shift+C ആണ് എന്ന പോയിന്റ് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പൊ ഡാഷ് ഈസ് റെഡിമെയ്ഡ് ഫോർമാറ്റ്സ് വിച്ച് ആർ പ്രൊവൈഡഡ് ഇൻ ദി വേർഡ് പ്രോസസർ. റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഫോർമാറ്റിംഗ് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. ടെംപ്ലേറ്റ്സ് ആണോ, സിമ്പൽ ആണോ, വെബ്ഡിംഗ് ആണോ, ഇക്വേഷൻ ആണോ? ഏതാണ്? റെഡിമെയ്ഡ് ഫോർമാറ്റ്, ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിംഗ് കൊണ്ടുവരാനുള്ള മാർഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം, റെഡിമെയ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊണ്ടുവരാനുള്ളത് ഏതാണ്? യെസ്, അത് ടെംപ്ലേറ്റ് ആണ് അല്ലെ? ടെംപ്ലേറ്റ് സെറ്റ് ആക്കി കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ വീഡിയോ അല്ല പ്രശ്നം, സോഫ്റ്റ്വെയർ തന്നെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായി. ഇത്രയും പ്രശ്നം ഉണ്ടാവാറില്ലല്ലോ. യെസ്, അപ്പൊ ഏതാണ് ആൻസർ? ടെംപ്ലേറ്റ് ആണ് എന്ന് നോട്ട് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം PSC ചോദിച്ച ചോദ്യമാണ്, ഓൺലൈൻ എക്സാം ആണ്. നെയിം ദി യൂസ്ഫുൾ ഫീച്ചർ ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ഡാറ്റ ഫ്രം ദി ബോത്ത് Microsoft Word and Microsoft Excel and allow you to create multiple documents at once, such as letters, saving you the time, effort, retrying the same letter many times. Okay, ഏതാണ് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുക? മെയിൽ മെർജ് ആണോ, ടേബിൾ ഓഫ് കണ്ടന്റ് ആണോ, ഗൈഡ്സ് ആണോ, ക്ലിപ്പ് ആർട്ട് ആണോ? യെസ്, എന്താണ്? നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒരു പ്രാവശ്യം നമുക്ക് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഒന്നിച്ച് സെൻഡ് ചെയ്ത് നമ്മുടെ എഫേർട്ട് കുറയ്ക്കാനുള്ള മാർഗമാണ് എന്ത്? മെയിൽ മെർജ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഓൺലൈൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ആൻസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെയിൽ മെർജ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. മെയിൽ മെർജ് ആണ് യെസ് ആൻസർ എന്നുള്ള കാര്യം പഠിച്ച് വെക്കാം. Okay. Key deletes the characters to the left of the cursor. ഒരു കഴ്സറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാരക്ടേഴ്സ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, which key deletes the characters to the left of the cursor?
ഓക്കെ. യെസ്, ലെഫ്റ്റിലുള്ളത് ഡിലീറ്റ് ചെയ്യാനാണ് ബാക്ക് സ്പേസ് യൂസ് ചെയ്യുന്നത്, റൈറ്റിലുള്ളത് ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബാക്ക് സ്പേസ് ആണ് ഇവിടെ ആൻസർ എന്ന് നോട്ട് ചെയ്ത് നോക്കാം. അടുത്തത്, വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക് ഇൻ MS വേർഡ് ആപ്ലിക്കേഷൻ. ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ ഏത് ഷോർട്ട് കട്ട് കീ ആണ് അല്ലെങ്കിൽ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, which command is used to insert a hyperlink in MS Word application? യെസ്, ഏതാണ്? കമന്റ് ബോക്സ് സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. യെസ്, ഏതാണ്? ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് അല്ലെ. ഇൻസേർട്ടിൽ പോയിട്ട് ഹൈപ്പർ ലിങ്ക് ആണ്. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വിച്ച് ബട്ടൺ ഈസ് യൂസ് ടു സേവ് അവർ ഡോക്യുമെന്റ്? സേവ് അവർ ഡോക്യുമെന്റ്. വിച്ച് ബട്ടൺ ഈസ് യൂസ് ടു സേവ് അവർ ഡോക്യുമെന്റ്? ഹോം ടാബിലാണോ സേവ് ഉള്ളത്? മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടണിലാണോ? ഇൻസേർട്ട് ടാബിലാണോ? റിവ്യൂ ബട്ടണിലാണോ? വിച്ച് ബട്ടൺ ഈസ് യൂസ് ടു സേവ് അവർ ഡോക്യുമെന്റ്? യെസ്, ഏതാണ്? യെസ്, ഓഫീസ് ബട്ടണിലാണ് അല്ലെ. ഓഫീസ് ബട്ടൺ മുകളിൽ ലെഫ്റ്റ് മോസ്റ്റ് കോർണറിൽ ഏതോ ഒരു ബുക്കിൽ റൈറ്റ് മോസ്റ്റ് കോർണറിലാണ് ഓഫീസ് ബട്ടൺ എന്നുള്ള ഒരു ആൻസർ കീ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര ബുക്കിലാന്ന് പറയാം, എന്തുമാത്രം തെറ്റുകളാണെന്നറിയോ. പല 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 ബുക്കുകളിൽ ഒരുപാട് തെറ്റുകളാണ്. അപ്പൊ നിങ്ങൾ സംശയം വരുന്നത് ബുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കരുത്. ഒന്നുകിൽ നന്നായിട്ട് റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് എവിടെയാണോ അവരെടുത്ത് ചോദിക്കുക കേട്ടോ. നമ്മളാണെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കുക. അപ്പോൾ വിച്ച് ബട്ടൺ ഈസ് യൂസ് ടു സേവ് അവർ ഡോക്യുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് കോർണറിൽ കാണുന്ന ഓഫീസ് ബട്ടൺ എന്ന് പഠിച്ചു നോക്കാം. ഹൗ ഡു യു ഡിലീറ്റ് എ ടെക്സ്റ്റ്? ഹൈലൈറ്റ് ആൻഡ് ഡിലീറ്റ്, ജസ്റ്റ് ഹൈലൈറ്റ് ആൻഡ് ടൈപ്പ് ഡിലീറ്റ്, ബോത്ത്, നൺ ഓഫ് ദീസ്. യെസ്, ഹൗ ടു ഡിലീറ്റ് എ ടെക്സ്റ്റ്. യെസ്, ഹൈലൈറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് ടൈപ്പ് ചെയ്യണോ? അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. ഡിലീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നത്, അങ്ങനെ ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹൈലൈറ്റ് ആൻഡ് ഡിലീറ്റ്, ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, അങ്ങ് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക അല്ലെ, ഹിറ്റ് ഡിലീറ്റ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ. ഹൗ ഡു യു മേക്ക് ഓൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ? എല്ലാ ലെറ്ററും ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യണോ, ക്യാപ്സ് ലോക്ക് പ്രസ് ചെയ്യണോ, ബാക്ക് സ്പേസ് പ്രസ് ചെയ്യണോ, ആൾട്ട് കീ പ്രസ് ചെയ്യണോ? ഹൗ ഡു യു മേക്ക് ഓൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ? ഹൗ ഡു യു മേക്ക് ഓൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ? എല്ലാ ലെറ്ററും ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ക്യാപ്സ് ലോക്ക് ആണ്. എല്ലാ ലെറ്ററും ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സ് ലോക്ക് ആണ്. ഓരോ ലെറ്ററും ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഷിഫ്റ്റ് കീ അല്ലേ. യെസ്, ഓക്കെ. ഇനി എ ഡോക്യുമെന്റ് ദാറ്റ് ഹാസ് ബീൻ സേവ്ഡ് ഈസ് കോൾഡ് ഡാഷ്. സേവ് ചെയ്ത ഡോക്യുമെന്റിനെ എന്തെന്ന് വിളിക്കാം? ഡാറ്റാബേസ് എന്ന് വിളിക്കാം, ഫയൽ എന്ന് വിളിക്കാം, റിപ്പോർട്ട് എന്ന് വിളിക്കാം, ഡാറ്റ ലിസ്റ്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എ ഡോക്യുമെന്റ് ദാറ്റ് ഹാസ് ബീൻ സേവ്ഡ് ഈസ് കോൾഡ് ഡാഷ്. എ ഡോക്യുമെന്റ് ദാറ്റ് ഹാസ് ബീൻ സേവ്ഡ് ഈസ് കോൾഡ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫയൽ എന്നാണ് വിളിക്കുക. ഡാറ്റാബേസ് എന്ന് വിളിക്കുമോ? ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഡാറ്റാബേസ് ആവും? അത് ഇല്ല. അതിന്റെ ഫയലാണ്, ജസ്റ്റ് ഫയലാണ് കേട്ടോ. വിച്ച് ഈസ് നോട്ട് ഇൻ MS Word? ഇറ്റാലിക്, മാജിക് ടൂൾ, ഫോൺ, ബോൾഡ്. ഇതിൽ ഏതാണ് വേർഡിൽ ഇല്ലാത്തത്? വിച്ച് ഈസ് നോട്ട് ഇൻ MS Word. യെസ്, വേർഡിൽ ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാജിക് ടൂൾ ആണ്. അത് പവർ പോയിന്റിലുള്ളതാണ്, അത് ഇവിടെ ഇല്ല കേട്ടോ. ഡാഷ് കനോട്ട് ബി യൂസ് ടു വർക്ക് ഇൻ MS Word. കനോട്ട് ബി യൂസ് ടു വർക്ക് ഇൻ MS Word. ഈ വേർഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഏതാണ്? ജോയ്സ്റ്റിക്, സ്കാനർ, ലൈറ്റ് പെൻ ആൻഡ് മൗസ്. cannot be used to work in ഓഫീസ്. ഓഫീസിൽ സ്കാനർ വർക്ക് ചെയ്യും, ലൈറ്റ് പെൻ വെച്ചിട്ട് എഴുതാം, മൗസ് വെച്ച് വർക്ക് ചെയ്യാം. ജോയിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അത് എന്താണ്? നമ്മുടെ ഗെയിമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ. അപ്പൊ ജോയിസ്റ്റിക് ആണ് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കാത്തത്. ഡാഷ് വർക്ക് വിത്ത് സ്റ്റാൻഡേർഡ് കോപ്പി ആൻഡ് പേസ്റ്റ് കമാൻഡ്. വ്യൂ ടാബ് ആണോ, പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ആണോ, ഓഫീസ് ക്ലിപ്പ് ബോർഡ് ആണോ? ഓൾ ഓഫ് ദീസ്. കോപ്പി പേസ്റ്റ് കമാൻഡിന് വേണ്ടിയിട്ട് ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? വ്യൂ ടാബ്, പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ആണോ, അത് ഓഫീസ് ക്ലിപ്പ് ബോർഡ് ആണോ? ഏതാണ്? ഓഫീസ് ക്ലിപ്പ് ബോർഡിലേക്കല്ലേ കോപ്പി ആൻഡ് പേസ്റ്റ് അല്ലെ. കോപ്പി ആൻഡ് പേസ്റ്റ് ഓഫീസ് ക്ലിപ്പ് ബോർഡിലേക്കാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാഷ് സ്പീഡ് കൂടുന്നില്ലല്ലോ. കുറേയധികം ചോദ്യങ്ങളാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. ഇന്നിപ്പോ ഏതാ ദിവസം? വ്യാഴമല്ലേ. അടുത്ത ആഴ്ച നമ്മൾ തിങ്കളും ബുധനും വെള്ളിയാണ് നമ്മുടെ റിവിഷൻ വരിക കേട്ടോ. തിങ്കളാഴ്ചയും ഞാൻ വേർഡിലെ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മുടെ പിള്ളേര് ആർക്കെങ്കിലും ഏതെങ്കിലും വേർഡിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ അയക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതും കൂടി ക്ലാസ്സിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ഡിസ്കസ് ചെയ്യാം. തിങ്കളാഴ്ചയും കൂടെ വേർഡിന്റെ റാപ്പിഡ് റിവിഷൻ ആണ്. പാരലലി നമ്മുടെ മോക്ക് ടെസ്റ്റ് എക്സൽ പോകുന്നുണ്ട്. കഴിഞ്ഞ പാട് പവർ പോയിന്റ് പോവും. എക്സലിന്റെയും പവർ പോയിന്റിന്റെയും റിവിഷൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയിൽ 2 ദിവസമായിട്ട് നമ്മൾ അതും സെറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ വാട്ട് ഈസ് എ ബ്ലാങ്ക് സ്പേസ് ഔട്ട്സൈഡ് ദി പ്രിന്റിംഗ് ഏരിയ ഓൺ എ പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പ് ആർട്ട് ആണോ, മാർജിൻ ആണോ, ഹെഡർ ആണോ, ഫൂട്ടർ ആണോ?
ഡാഷ് ഈസ് ദി ബ്ലാങ്ക് സ്പേസ് ഔട്ട്സൈഡ് ദി പ്രിന്റിംഗ് ഏരിയ, അതാണ് മാർജിൻ അല്ലെ. പ്രിന്റിംഗ് ഏരിയയുടെ പുറത്തുള്ളത് യെസ് ഔട്ട്സൈഡ് ദി പ്രിന്റിംഗ് ഏരിയ ഓൺ എ പേജ് ഈസ് കോൾഡ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ എന്ന് വിളിച്ചു നോക്കാം. ഫോർമാറ്റിംഗ് ഈസ് പെർഫോംഡ് ഓൺ, ഫോർമാറ്റിംഗ് എന്തിലൊക്കെ പെർഫോം ചെയ്യാം നമുക്ക്? ടെക്സ്റ്റിൽ, ടേബിളിൽ, മെനുവിൽ, ബോത്ത് എ ആൻഡ് ബി. Formatting is performed on dash text, table, menu, both A and B. Yes, ടെക്സ്റ്റിലും ടെക്സ്റ്റ് ഫോർമാറ്റിംഗും ഉണ്ട്, ടേബിളിനും ഫോർമാറ്റ്, ടേബിളിന്റെ ബോർഡറും ടേബിളിന്റെ സ്പേസിംഗും ഒക്കെ നമുക്ക് ഫോർമാറ്റിംഗും ഉണ്ട്. അപ്പൊ ടേബിളിനും ടെക്സ്റ്റിനും ഫോർമാറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇനി വിച്ച് ബാർ ഷോസ് ദി കറന്റ് പൊസിഷൻ ആസ് ഫാർ ആസ് ദി ടെക്സ്റ്റ് ഗോസ്, ടെക്സ്റ്റ് പോകുന്നതിനനുസരിച്ച് ഏത് ബാറിലാണ് അതിന്റെ കറന്റ് പൊസിഷൻസ് മെൻഷൻ ചെയ്യുന്നത്? ടൈറ്റിൽ ബാറിലാണോ, മെനു ബാറിലാണോ, സ്ക്രോൾ ബാറിലാണോ, സ്റ്റാറ്റസ് ബാറിലാണോ? യെസ്, വിച്ച് ബാർ ഷോസ് ദി കറന്റ് പൊസിഷൻ ആസ് ഫാർ ആസ് ദി ടെക്സ്റ്റ് ഗോസ്, ടെക്സ്റ്റ് പോകുന്നതിനനുസരിച്ച് യെസ് അതിൽ മെൻഷനിങ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ബാറിലാണ് അല്ലെ. ആ വേർഡിന്റെ മൂവ്മെന്റിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ സ്പേസ് കീ അമർത്തി കഴിഞ്ഞാൽ അങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റാറ്റസ് ബാറിൽ അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അല്ലെ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, അപ്പൊ സ്റ്റാറ്റസ് ബാർ ആണെന്ന് വിളിച്ചു നോക്കാം. ഇനി ഈച്ച് ലൈൻ റെപ്രസെന്റ് ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ വേർഡ് സ്റ്റാർ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 20, 35, 65 and 75. Each line represents how many letters in word star? 326 സ്ലൈഡ് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. എത്ര ചെയ്യാൻ പറ്റുന്നു അത്രയും നമുക്ക് ചെയ്യാം, ബാക്കി തിങ്കളാഴ്ചയും ചെയ്യാം കേട്ടോ. യെസ്, എത്രയാണ്? യെസ് 65 ആണ്. ഈച്ച് ലൈൻ റെപ്രസെന്റ് ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ വേർഡ് സ്റ്റാർ ചോദിച്ചു കഴിഞ്ഞാൽ 65 എന്ന് പഠിച്ചു വെക്കാം. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? വേർഡ് പെർഫെക്റ്റ്, വേർഡ് പാഡ്, MS വേർഡ്, ഓൾ ഓഫ് ദീസ്. ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? എല്ലാം വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് അല്ലേ. വാട്ട് ആർ ഇൻസേർട്ടഡ് എ ക്രോസ് റെഫറൻസ് ഇൻ വേർഡ്? വേർഡിൽ ക്രോസ് റെഫറൻസിൽ നമുക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുക? പ്ലേസ് ഹോൾഡേഴ്സ്, ബുക്ക് മാർക്ക്, ഒബ്ജക്ട്സ്, വേർഡ് ഫീൽഡ്സ്. എന്ത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? യെസ്, വേർഡ് ഫീൽഡ് ആണ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുക കേട്ടോ. ക്രോസ് റെഫറൻസിൽ വേർഡ് ഫീൽഡ് ആണ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. ഇനി വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ദാറ്റ് എ വേർഡ് ടേബിൾ ക്യാൻ ഹാവ്? ടേബിളിലെ ഏറ്റവും മിനിമം നമ്പർ ഓഫ് റോസും കോളംസും എത്രയാണ് പോസിബിൾ ആയിട്ടുള്ളത്? 0, 2 rows and 1 column, 2 rows and 2 column, 1 row and 1 column. Yes, what is the minimum number of rows and columns that a word table can have? Okay, yes, ഒരു റോയും ഒരു കോളവും നിർബന്ധമാണ് അല്ലേ, എന്നാലേ അത് ടേബിൾ എന്ന് പറയുള്ളൂ. ഓക്കെ, ഇനി ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഷോർട്ട്കട്ട് കീ ഫോർ കൺട്രോൾ W is used for dash. കൺട്രോൾ W എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ കാണാതെ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നിങ്ങളെ കാണാതെ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു ഫീലാണ് എനിക്കും. പക്ഷെ സാങ്കേതികമായിട്ടുള്ള ചെറിയൊരു ലാഗ് വന്നുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയത്. ഓക്കെ, യെസ്. അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഷോർട്ട്കട്ട് കീ കൺട്രോൾ W എന്ന് പറയുന്നത് എന്താണ്? യെസ്, അതെന്താണ്? ക്ലോസ് ദി കറന്റ് വിൻഡോയാണ് അല്ലെ. ക്ലോസ് ദി കറന്റ് വിൻഡോയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി വേർഡിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത്? വേർഡിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വേർഡിൽ നിന്ന് തന്നെ, ഇത് കറന്റ് വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ W. ഇനി വേർഡിൽ നിന്ന് തന്നെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Alt+F4 ആണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. എക്സിറ്റ് ഫ്രം വേർഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Alt+F4 ആണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ഹൗ മെനി ഡിഫറെന്റ് പൊസിഷൻസ് ക്യാൻ യു സെറ്റ് എ ഡ്രോപ്പ് ക്യാപ്പ്? ഡ്രോപ്പ് ക്യാപ്പിന് എത്ര പൊസിഷൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കും? ഏതൊക്കെയാണത്? ഡ്രോപ്പ് ക്യാപ്പിന് എത്ര പൊസിഷൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കും? യെസ്, 2 എണ്ണമാണ് അല്ലെ. യെസ്, ഓക്കെ, 2 എണ്ണമാണ്. ഏതൊക്കെയാണത്? ഡ്രോപ്ഡും ഇൻമാർജിനും കേട്ടോ. ഡ്രോപ്ഡും ഇൻമാർജിനും 2 പൊസിഷൻസ് ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. സിംഗിൾ സ്പേസിംഗ് ഇൻ MS വേർഡ് ഡോക്യുമെന്റ് കോഴ്സസ് ഡാഷ് പോയിന്റ് ലൈൻ സ്പേസിംഗ്.
സിംഗിൾ സ്പേസിംഗ് നമ്മൾ സിംഗിൾ സ്പേസിംഗ് 1.125 1.15 1.52 സ്പേസിംഗ് എന്നൊക്കെ നമുക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ലേ? അതിൽ സിംഗിൾ സ്പേസിംഗ് ആണെങ്കിൽ അത് എത്ര പോയിന്റ് ലൈൻ സ്പേസിംഗ് ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സിംഗിൾ ലൈൻ സ്പേസിംഗ് ആണെങ്കിൽ എത്ര പോയിന്റ് ലൈൻ സ്പേസിംഗ് ആണ്? എത്ര പോയിന്റ് ആണ്? 10 പോയിന്റ് ആണോ, 12 പോയിന്റ് ആണോ, 14 പോയിന്റ് ആണോ, 16 പോയിന്റ് ആണോ? യെസ്, 12 പോയിന്റ് ആണ് അവിടെ ലൈൻ സ്പേസിംഗിൽ വരുന്നത് എന്ന് പഠിച്ചു നോക്കാം. ഇനി വാട്ട് ഈസ് ദ മാക്സിമം ഫോണ്ട് സൈസ് യു ക്യാൻ അപ്ലൈ ഫോർ എ ക്യാരക്ടർ? ഒരു ക്യാരക്ടറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഫോണ്ട് സൈസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, വാട്ട് ഈസ് ദി മാക്സിമം ഫോണ്ട് സൈസ് യു ക്യാൻ അപ്ലൈ ഫോർ എനി ക്യാരക്ടർ? യെസ്, ഓക്കെ, വാട്ട് ഈസ് ദി മാക്സിമം ഫോണ്ട് സൈസ് യു ക്യാൻ അപ്ലൈ ഫോർ എ ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ക്യാരക്ടറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഫോണ്ട് സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1638 എന്ന് പഠിച്ചു നോക്കാം. ഇനി വേർഡിൽ ബൈ ഡിഫോൾട്ട് പ്ലേസസ് എ ടാബ് സ്റ്റോപ്സ് അറ്റ് എവരി ഡാഷ് മാർക്ക് ഓൺ എ റൂളർ. ബൈ ഡീഫോൾട്ട് ആയിട്ട് റൂളറിൽ ടാബ് സ്റ്റോപ്പ് എത്ര ഇഞ്ച് ആണെന്നുള്ളതാണ് ചോദ്യം. 0.25 ആണോ, 0.5 ആണോ, 0.75 ആണോ, 1 ആണോ? ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നെടുത്തതാണ്. 5ാമത്തെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത ആളുകൾ ലൈവിലുണ്ട്, റെക്കോർഡഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾ ലൈവിലുണ്ട്. ഇതൊക്കെ നമ്മൾ വേർഡില് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ച് തന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റിന്റെ റിവിഷൻ പോയിട്ടുണ്ട്. 3ാമത്തെ റൗണ്ട് റിവിഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ടൈപ്പിസ്റ്റിന്റെ പരീക്ഷകൾ എക്കാലത്തേക്കും അന്യം നിന്ന് പോവോ നിൽക്കുവോ എന്നുള്ള ഡൗട്ടുകളാണ് പലരും ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. തസ്തികളുടെ പേരുകൾ മാറ്റിയിട്ടുണ്ട്. വേക്കൻസീസിന്റെ എണ്ണം കുറയും എന്നുള്ളത് സ്വാഭാവികം. ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് വേക്കൻസികൾ കുറയും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് മാറ്റമൊന്നുമില്ല. നമ്മൾ വേറെ പേരിലാണെങ്കിലും ആ പോസ്റ്റിലേക്കുള്ള പോസ്റ്റുകളും നമ്മൾ ഇനി ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആ പേരിലല്ലെങ്കിലും വേറെ പോസ്റ്റിലേക്കുള്ള പേരുകളിലൊക്കെ എക്സാം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള പരീക്ഷ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു LD ടൈപ്പിസ്റ്റ് ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1.5 വർഷത്തേക്കുള്ള ക്ലർക്ക് ടൈപ്പിസ്റ്റിനും ഈ പറയുന്ന പോലെ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. എന്തായാലും ടൈപ്പിസ്റ്റിന്റെ പരീക്ഷകൾ ഒറ്റയടിക്ക് അങ്ങനെ നിർത്തുമൊന്നുമില്ല കേട്ടോ. നാളെ നേരെ വെളുക്കുമ്പോൾ ഇനി ടൈപ്പിസ്റ്റിന് ഒറ്റ പോസ്റ്റ് ഇല്ല എന്നുള്ള രൂപത്തിലാണ് ചിലരൊക്കെ സംശയം ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് പഠിക്കാൻ നമുക്കുള്ള ജോലി അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതേതാണ് ആൻസർ? 0.5 ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 0.5 ആണ് യെസ് എന്ന കാര്യം ഓർത്തു വെക്കാം. ഓപ്ഷൻ ബി. ഇനി വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഫോർ ഓൾ വേർഡ് ഡോക്യുമെന്റ്സ്? വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഫോർ ഓൾ വേർഡ് ഡോക്യുമെന്റ്? ഡിഫോൾട്ട് ആയിട്ടുള്ള ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ .txts ആണോ, .word ആണോ, .docs ആണോ, .docx ആണോ? What is the default file extension for all Word document എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ .docx ആണ് കേട്ടോ. .docs എന്ന് പറയുന്നില്ല, ഒന്നെങ്കിൽ .doc ഉണ്ട്. 2003 വരെ .doc ആയിരുന്നു. ഇത് .docx എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്, ഇത് .docx എന്ന പോയിന്റും ഓർത്ത് വെക്കാം. സൗണ്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്, അടുത്തത് when typing in word field manually, what must you press to insert code braces? വേർഡിൽ നമ്മളെ മാനുവലി വേർഡ് ഫീൽഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രേസസ് വരാൻ വേണ്ടിയിട്ട്, ബ്രാക്കറ്റ്സ് വരാൻ വേണ്ടിയിട്ട് ഏത് കീ കോമ്പിനേഷൻ ആണ് പ്രസ് ചെയ്യുക? Ctrl+F6, Ctrl+F9, Alt+F11, Shift+F12. ഏതാണ്, ഏത് കീ കോമ്പിനേഷൻ പ്രസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് Ctrl+F9 ആണ്. ഓക്കെ, അത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമല്ല. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി വാട്ട് ഈസ് ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ദി ഓപ്പൺ ഡയലോഗ് ബോക്സ്? DOCS എന്ന് പറയുന്ന സാധനം ഇല്ല ജയലക്ഷ്മി കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ സിലബസ് 2007 മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ഡിഫോൾട്ട് .docx തന്നെ, ഒരു കൺഫ്യൂഷൻ ഇല്ല അവിടെ കേട്ടോ. ഓപ്പൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്പൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Ctrl+F12 ആണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി വാട്ട് ഈസ് ഷോർട്ട് കട്ട് കീ ടു സ്പ്ലിറ്റ് എ ടേബിൾ? ഒരു ടേബിൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Ctrl+Alt+Enter ആണോ, Ctrl+Shift+Enter ആണോ, Alt+Shift+Enter ആണോ, Alt+Space+Enter ആണോ? What is the shortcut key to split a table? ഏതാണ്?
ടേബിൾ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനുള്ളത് കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ ആണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ ആണെന്ന് പഠിച്ചു വെക്കാം. വാട്ട് ഈസ് ദ കീ യൂസ് ടു ഇൻക്രീസ് ലെഫ്റ്റ് ഇൻഡന്റ്? ലെഫ്റ്റ് ഇൻഡന്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൺട്രോൾ ഐ ആദ്യം വെട്ടാം അല്ലെ, അത് ഇറ്റാലിക് ആക്കാനാണ്. കൺട്രോൾ എം ആണോ, ആൾട്ട് ഐ ആണോ, F10 ആണോ, ഏതാ? യെസ്, ലെഫ്റ്റ് ഇൻഡന്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ എം ആണ് എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി when the some word is used to multiple locations or a word is used that was not quite appropriate, the thesaurus can be used to look up dash or a word similar in meaning. സിമ്പിൾ ആയിട്ട് വായിക്കുകയാണെങ്കിൽ യെസ്, ഒരേപോലെ അർത്ഥമുള്ളത് ഏത് എന്നുള്ളതാണ് ചോദ്യം. സിനോനെയിം ആണോ, ഹൊനോനെയിം ആണോ, അന്റോനെയിം ആണോ, മെട്രോനെയിം ആണോ, ഏതാണ് സിനോനെയിം എന്നുള്ള ആൻസർ വിളിക്കും. അതിനുള്ള ഓപ്ഷൻ ആണ് എന്ത് ഇവിടെ പറയുന്ന തെഷേഴ്സ് കേട്ടോ. സിനോനെയിംസിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ് എന്ത് തെഷേഴ്സ്. തെഷേഴ്സ് കാണുമ്പോൾ തന്നെ സിനോനെയിമിലേക്ക് നമുക്ക് പോകാം. ടു മൂവ് ദ കഴ്സർ പേജ് ടു പേജ് ഓഫ് ദി ഡോക്യുമെന്റ്, പേജ് ടു പേജ് ഓഫ് ദി ഡോക്യുമെന്റ്. ഓക്കെ, കഴ്സറിനെ പേജിൽ നിന്ന് പേജിലേക്ക്, മൂവ് ദി കഴ്സർ പേജ് ടു പേജ് ഓഫ് എ ഡോക്യുമെന്റ്. ഓരോ പേജിൽ നിന്ന് പേജിലേക്ക്, ഓരോരോ പേജ്. നമ്മൾ കഴ്സർ സാധാരണ ഇങ്ങനെ ലെറ്റേഴ്സിന്റെ ഇടയിൽ കൂടെ, പാരഗ്രാഫിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാറാണ്. അതിന് പകരം എന്താണ്, ഓരോരോ പേജിൽ നിന്ന് പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏത് ഓപ്ഷൻ ആണ്? പേജ് അപ്പ് ആണോ, പേജ് ഡൗൺ ആണോ? യെസ്, രണ്ടും ഉണ്ട് അല്ലെ. പേജ് അപ്പും ഉണ്ട്, പേജ് ഡൗണും ഉണ്ട്. പേജിൽ നിന്ന് പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പേജ് അപ്പ്, പേജ് ഡൗൺ ക്ലിക്ക് ചെയ്യാം അല്ലെ. ബോത്ത് ദി അബോവ് ആണ്. യെസ്, കഴിഞ്ഞിട്ടുണ്ടാവണം. ഒന്നാമത്തെ ആൻസർ ഏതാ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? കൺട്രോൾ എ എന്ന് പറയുന്നത് ഒരിക്കലും പേസ്റ്റ് അല്ല. പേസ്റ്റിന് വേണ്ടിയിട്ട് എന്താണ്? കൺട്രോൾ വി ആണ്. കൺട്രോൾ എ സെലക്ട് ഓൾ ആണ് അല്ലെ. അപ്പൊ തെറ്റ്. കൺട്രോൾ എക്സ് കട്ട് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, കൺട്രോൾ സെഡ് ആണ് അൺഡു. യെസ്, കൺട്രോൾ സി കോപ്പി ആണ്. അപ്പൊ അതിനകത്ത് ആകെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 27 സി എന്ന് എഴുതിയവർക്ക് 1 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി while creating a drop cap in a paragraph in a MS Word 2007, the maximum number of lines can be set a drop cap and maximum distance from the text is respectively dash. Okay, maximum number of lines എന്ന് പറയുന്നത് 10 ആണ്. അതെല്ലാവർക്കും അറിയാം അല്ലെ. യെസ്, ഓക്കെ. അപ്പോൾ ടെക്സ്റ്റിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദി ടെക്സ്റ്റ് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ 10 ലൈനും 22 ഇഞ്ചും ആണ് എന്നുള്ള ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതും ശരിയായി കിട്ടും. ഓക്കെ, ഇനി the page layout tag contains page breaks. Which among the following is are not a section break in Word 2007 document? ഏതൊക്കെയാണ്? കോളം, ഈവൻ പേജ് ബ്രേക്കും കണ്ടിന്യൂസും ഓഡ് പേജ് ബ്രേക്ക് ഒക്കെ ഉണ്ട്. കോളം, ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്ന 2 ഇല്ല. അപ്പൊ 1ഉം 2ഉം ആണ് ഈ പറയുന്ന പേജ് ബ്രേക്കിൽ ഇല്ലാത്തത് അല്ലെ. യെസ്, അതും കിട്ടും. കിട്ടൂലേ? യെസ്, കിട്ടേണ്ടതാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു തന്നെയാണ് അല്ലെ. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം, അതായത് ആ ഓപ്ഷൻസ് കാണിച്ചു തന്നെ ഇതിനകത്ത് കണ്ടിന്യൂസ് ഉണ്ട്, ഓഡ് പേജ് ഉണ്ട്, ഈവൻ പേജ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്ത് കാണിച്ചതാണ്. കോളവും ടെക്സ്റ്റ് റാപ്പിംഗും അതിലില്ല കേട്ടോ. ഇനി അടുത്തത്, പേജ് ബോർഡേഴ്സ് ആഡ് ഓർ ചേഞ്ച് ദ ബോർഡർ അറൌണ്ട് എ പേജ്. പേജ് ബോർഡേഴ്സ് ആർ ഓപ്ഷൻ ഇൻ എ വേർഡ് 2007. എവിടെയാണ് പേജ് ബോർഡർ ഓപ്ഷൻ ഉള്ളത്? യെസ്, പേജ് ബോർഡർ ഓപ്ഷൻ ഉള്ളത് എവിടെയാണ്? 30ാമത്തെ ചോദ്യം. ഇൻസേർട്ട് ടാഗിലാണോ, റെഫറൻസ് ടാഗിലാണ്, പിന്നെ പേജ് ലേഔട്ടിലാണോ, എവിടെയാണ്? നൺ ഓഫ് ദീസ്, എ ബി സി അല്ല. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? പേജ് ലേഔട്ടിലാണ് അല്ലെ. പേജ് ലേഔട്ടിലാണ് ഏതുള്ളത്? ഈ പറയുന്ന ബോർഡേഴ്സ്, പേജ് ബോർഡേഴ്സ് ഉള്ളത്. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളതും കിട്ടും. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. യെസ്, ഓക്കെ. ഇതൊക്കെ ഇങ്ങനെ പെറുക്കി എടുത്ത് എഴുതണമെങ്കിൽ നല്ല റിവിഷൻ വേണം. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പേജ് ബോർഡർ ഒക്കെ അന്ന് പഠിച്ചപ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇത് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടണമെന്നില്ല, റിവിഷൻ ഇല്ലെങ്കിൽ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ റിവിഷൻ ചെയ്യുക. നമ്മൾ എക്സാമിന്റെ ഡേറ്റിനനുസരിച്ച് പരീക്ഷകൾ നടക്കും. ഒപ്പം തന്നെ നിങ്ങൾ പാരലലി നിങ്ങളുടെ റിവിഷനും കൂടി പോകണേ. അടുത്ത ഈ 3 ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്തേ. In a MS Word 2007 document, the function key F7 is used for dash. Numbering, spell check, underline, character spacing. നേരത്തെ പോലെ ഇതൊന്ന് പെട്ടെന്ന് എഴുതിയേ. 3 എണ്ണം. നേരത്തെ എത്ര മാർക്ക് കിട്ടി? കമന്റ് ചെയ്തോ നിങ്ങൾ. എത്ര മാർക്ക് കിട്ടി? 4ൽ 3, 4ൽ 4. യെസ്. അപ്പൊ F7 എന്ന് പറയുന്നത് ഇൻ എ വേർഡ് 2007 ഡോക്യുമെന്റ് ദ ഫംഗ്ഷൻ കീ F7 ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. F7 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? F7 എന്ന് പറയുന്നത് യെസ്, അത് സ്പെൽ ചെക്കിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇനി ഇൻ MS Word 2007 സോഫ്റ്റ്വെയർ സ്മോളസ്റ്റ് ഡിഫോൾട്ട് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഡിഫോൾട്ട് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 78 ആണോ?
അല്ല. ഓക്കെ, എത്രയാണ്? 72 കേട്ടോ. 72 78 അല്ല. അപ്പൊ സ്മോളസ്റ്റ് ഡിഫോൾട്ട് സൈസ് എന്ന് പറയുന്നത് 8 മാക്സിമം ലാർജസ്റ്റ് ഡിഫോൾട്ട് സൈസ് എന്ന് പറയുന്നത് 72 എന്ന് നോട്ട് ചെയ്തു. അപ്പൊ 1 ശരിയാണ്, 2 തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? ഇൻ ഓർഡർ ടു ചേഞ്ച് ദി അലൈൻമെന്റ് ഓഫ് എ പാരഗ്രാഫ് into the center alignment in a Word 2007 document, we execute dash. സെന്ററിലേക്ക് കൊണ്ടുവരാൻ ഏതാണ്? കൺട്രോൾ ഇ ആണെന്ന് അറിയാത്തവര് ആരും ഉണ്ടാവില്ല. എന്താണെങ്കിലും അതൊക്കെ അറിയുന്ന ചോദ്യമാണ്, അതും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത 4 ചോദ്യം നിങ്ങൾക്ക് തരട്ടെ. അടുത്ത 4 ചോദ്യം നിങ്ങൾക്ക് തരട്ടെ. യെസ്, ഇതൊന്ന് വായിച്ചു നോക്കി ചെയ്യാമോ? 4 എണ്ണം വായിച്ചു നോക്കി ചെയ്യാമോ? യെസ്, ഓക്കെ, സമയം നമ്മൾ ആയതുകൊണ്ട് നിർത്തുന്നു. ദ ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ഫോർ ഇൻസേർട്ടിംഗ് ഫുട് നോട്ട് ഇൻ എ MS Word 2007 ഡോക്യുമെന്റ്, ബട്ട് ദ സ്റ്റെപ്സ് ആർ നോട്ട് ഇൻ എ പ്രോപ്പർ ഓർഡർ. അതിനെ ഇൻസേർട്ട് ഫുട് നോട്ടിന്റെ കറക്റ്റ് സ്റ്റെപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം പ്ലേസ് ദി കഴ്സർ on the last letter of the word where you the footnote refers to. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി 2, ഓൺ ദി റെഫറൻസ് ടാബ് ക്ലിക്ക് ദി ഇൻസേർട്ട് ഫുട് നോട്ട്. റെഫറൻസ് ടാബിലാണ് ഫുട് നോട്ട് ഉള്ളത്, അതാണ് പിന്നെ പ്ലേസ് ചെയ്യേണ്ടത്. പിന്നെ ഫുട് നോട്ട് നമ്പർ വിൽ അപ്പിയർ ഓൺ ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ദി പേജ്. യെസ്, ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് എന്താണോ വേണ്ടതെന്നുള്ളത് ടൈപ്പ് ചെയ്യാനും സാധിക്കും. ആ ഒരു ഓർഡർ ആണ് കറക്റ്റ് ചെയ്ത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൻ ബിലോ അബൌട്ട് മെയിൽ മെർജ്. മെയിൽ മെർജുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലെ. മെയിൽ മെർജ് ഹെൽപ്സ് ടു സെൻഡ് പേഴ്സണലൈസ്ഡ് ഇമെയിൽ മെസ്സേജസ് ടു ഡിഫറെന്റ് റെസിപ്പിയന്റ് അറ്റ് ദി സെയിം ടൈം. മെയിൽ മെർജ് ഹെൽപ്സ് ടു പ്രിന്റ് അഡ്രസ്ഡ് എൻവലപ്പ് ഫോർ ഗ്രൂപ്പ് മെയിലിംഗ്. ആ രണ്ടും സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് വായിച്ച് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടും ശരിയാണ് എന്ന ഉത്തരത്തിലേക്ക്. In an Word 2007 document, outline view helps to dash. Outline view എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്? View the document as an outline and shows the outline tools. കേട്ടോ, view the document as an outline and shows the outline tools എന്ന് നോട്ട് ചെയ്തു വെക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രോൾ സി കൺട്രോൾ വി എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ സി ഫോർ കോപ്പി, കൺട്രോൾ വി ഫോർ പേസ്റ്റ് കേട്ടോ. യെസ്, 32ഉം 34ഉം ഒരു ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. 31 ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. 33 ഒന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2.5 മിനിറ്റ് ധാരാളം. 2.5 മിനിറ്റ് മാക്സിമം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. യെസ്.